ഫോണുകൾ ഇങ്ങനെ നിരത്തി വെച്ചത് കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നാം ഇതൊരു മൊബൈൽ ഫോൺ ഷോപ്പാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇത് സിറ്റി കമ്മീഷണറുടെ ഓഫീസാണ്. നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പരാതി ലഭിക്കുകയും ആ പരാതിയെ തുടർന്ന് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെ 70 ഫോണുകളാണ് സിറ്റി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉടമകൾക്ക് തിരിച്ചു നൽകുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സിറ്റി കമ്മീഷണർ ജയദേവ് IPS മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. വളരെ കാലത്തെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 70 ഫോണുകളാണ് ഇന്ന് ഉടമകൾക്ക് തിരിച്ചു നൽകുന്നത്. നമ്മൾ ഏകദേശം ലാസ്റ്റ് 3 വീക്സിൽ ഡ്രൈവ് നടത്തി ജില്ലയിൽ കോഴിക്കോട് സിറ്റി പോലീസിൽ ഏകദേശം 120ഓളം ഫോൺ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 30ഓളം ഫോൺ നമ്മൾ ഇപ്പോൾ തന്നെ പല സ്റ്റേഷനുകളിൽ തന്നെ അവരുടെ ഉടമസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഏകദേശം 90ഓളം ഫോണാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉടമസ്ഥർ തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അതിനകത്ത് ഏകദേശം 70ഓളം പേർ വന്നു. ബാക്കി പലർക്കും ഇനി വരുന്നവർക്ക് അതിന് കണ്ടിന്യൂ ചെയ്യും. ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. എന്നിരുന്നാലും ഒരു മീഡിയയ്ക്ക് കുറച്ച് അവയർനെസ് കൊടുക്കാനും നാട്ടുകാർക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ഒരു ഫോൺ പോയിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്, ഇത്തരം ഒരു അവയർനെസ് വേണ്ടിയാണ് ഇങ്ങനെ ഒരുമിച്ച് എന്താ പറയുക ആൾക്കാരെ വിളിച്ച് വരുത്തി കൊടുത്തത്. അപ്പം ഇവിടെ വരുന്നവർക്കും ഒരു അവയർനെസ് കൊടുത്തു മീഡിയ വഴിയും. കാരണം സഞ്ചാർ സാഥി പോർട്ടൽ വഴി CIR പോർട്ടൽ വഴി നമുക്കൊരു ഫോൺ നഷ്ടപ്പെട്ട ഉടനെ തന്നെ ബ്ലോക്കിംഗ് റിക്വസ്റ്റ് കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക, എൻട്രി ചെയ്യുക. തീർച്ചയായും അതുവഴി നമുക്ക് ട്രാക്ക് ചെയ്യാനും നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വളരെ പ്രിയപ്പെട്ട വാല്യുബിളാണ്. അതിനിപ്പം മോണിറ്ററി വാല്യൂക്കാളും കൂടുതൽ. അപ്പോൾ അത് തിരിച്ചു കിട്ടുക തീർച്ചയായും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ SHOമാരുടെയും അവരുടെ ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ സമയത്താണ്. ഒരു മോഷണം പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികളാണ് ആദ്യം സ്വീകരിക്കേണ്ടത്? അതുപോലെ ചാടി പോവുകയാണെങ്കിൽ പോലും അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പെട്ടെന്ന് തന്നെ ഞാൻ ഈ കൂടുതൽ കാണിക്കുന്ന പോലെ CIR സഞ്ചാർ സാരഥി പോർട്ടലിൽ പോയിട്ട് അതിൻ്റെ താഴെ ബ്ലോക്ക് സ്റ്റോളൻ ലോസ്റ്റ് മൊബൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ IMEI നമ്പറും നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണം. കാരണം എന്നാലേ മാത്രമേ അതിനകത്തുള്ളൊരു ഒത്തൻറ്റിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ പേരും ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അവിടെ ഒരു സിമ്പിൾ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ വഴി പോവുക. നമുക്ക് അതോടെ അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. പോലീസ് സ്റ്റേഷൻ വരണമെന്ന് പോലും ഇല്ല. അത്രയും ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ട്രാക്കിംഗ് മെക്കാനിസത്തിൽ അത് ഉൾപ്പെടും. ഫോണുകൾ തിരികെ ലഭിച്ചവരും വലിയ സന്തോഷത്തിലാണ്. കാലങ്ങൾക്ക് മുമ്പ് പോയ ഫോണുകൾ ഉൾപ്പെടെയാണ് പലർക്കും തിരികെ ലഭിച്ചിരിക്കുന്നത്. ഹായ്, പേരെന്താണ്? സൗജത്ത്. വീട് എവിടെയാണ്? ചക്കങ്ങട്. ഏത് സ്റ്റേഷനിലാണ് പരാതി? ഞാനൊരു സ്റ്റേഷനിൽ കിട്ടിയത്. വളരെ സന്തോഷമുണ്ട് കിട്ടിയതിൽ. കാരണം 1.5 വർഷമായി പോയിട്ട്. പിന്നെ അതിൽ കുറേ ഫോണിൻ്റെ ഇതൊക്കെ ഉണ്ട്, മെമ്മറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വിഷമമായിപ്പോയി. പക്ഷേ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത് സന്തോഷം. ഫോട്ടോസൊക്കെ ഉണ്ടാവില്ലേ? ആ ഫോട്ടോസൊക്കെ ഉണ്ട്. പിന്നെ കുറേ കളിയുണ്ട്. മോൻ്റെ ഹോക്കീൻ്റെ ഒരു താരമുള്ള മോനാണത്. അപ്പോൾ അതിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ നഷ്ടപ്പെട്ടതിലൊരു സങ്കടമുണ്ട്. പക്ഷേ ഫോണ് തിരിച്ച് കിട്ടിയതിൽ ഒരു സമാധാനമായി. പക്ഷേ 16 വർഷമായ സിനിമയായിരുന്നു. അപ്പോൾ കുറേ നമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. 60 പോലെ 600 നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ നമ്പറൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ വിളിക്കുന്ന പോലെ നമ്പർ ഇങ്ങനെ ഇതാക്കിയൊക്കെയാണ്. സന്തോഷമുണ്ട് കിട്ടിയതിൽ. ഓരോ ആളുകളും വലിയ സന്തോഷത്തിലാണ്. ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച അല്ല. പക്ഷേ പോലീസിൻ്റെ ഒരു ആത്മാർത്ഥമായിട്ട് ഇടപെടൽ, അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഫോണ് തിരികെ ലഭ്യമായിരിക്കുന്നത്. മോഷണം പോയ ഫോണുകൾ പലപ്പോഴും ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. പല ആളുകളും കബളിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ നമ്മൾ കുറേ ഫോൺ റിക്കവർ ചെയ്തേക്കുന്ന ഇത്തരം മൊബൈൽ ഫോൺ കടകളിൽ തന്നെയാണ്. പുറത്തുനിന്നുണ്ട്. ചിലർ സെക്കൻഡ് ഹാൻഡ് മേടിച്ച ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ തീർച്ചയായും അവരുടെ ഉത്തരവാദിത്തമാണ് മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സെക്കൻഡ് സെയിലിന് വരുമ്പോഴത്തേക്ക് അവരും അവരുടെ എന്താ പറയുക ഐഡൻറ്റിറ്റി മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാവുന്നുള്ളതും കൂടെ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും പോലീസിൻ്റെ ഒരു ശ്രമകരമായ ദൗത്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയധികം ഫോണുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. വരും ദിവസങ്ങളും ഇത്തരം ഡ്രൈവ് തുടരും എന്ന് തന്നെയാണ് സിറ്റി കമ്മീഷണർ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.